ഞാൻ ഈ ധനകാര്യ ബില്ലിനെ എതിർക്കുകയാണ്. സർ, എല്ലാം ശരിയാവും, എല്ലാം ശരിയാകും. സർ, കഴിഞ്ഞ 5 കൊല്ലം ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾക്ക്. എന്നാൽ അവന് അതിന്റെ കുറ്റങ്ങൾ പറയണ്ടേ? എന്നാൽ അതിന്റെ ശില്പികളായ ആളുകളുണ്ട്. അവരാരെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിക്ക് നിങ്ങൾ വിളിക്കുന്നുണ്ടോ? ആരാന്റെ കുട്ടിന്റെ കുതിർത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അത് നിങ്ങളെ നേട്ടമല്ലല്ലോ. ഇപ്പൊ ഒരു ഓവർബ്രിഡ്ജ്, ഒരു പാലം, ഇതൊക്കെ എങ്ങനെ വരുന്നത്? അത് കഴിഞ്ഞ 5 കൊല്ലത്തെ UDF ഗവൺമെന്റിന്റെ നേട്ടങ്ങളാ. ആ നേട്ടങ്ങൾ ഉണ്ടായിട്ടാണ് ഇപ്പൊ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. പിന്നെ അതിന് നിങ്ങൾ മേന്മ പറഞ്ഞെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിന് നിങ്ങൾ പത്രത്തിൽ ഫോട്ടോ കൊടുത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേട്ടമെന്ന് പറയണ്ട. പിന്നെ ഇവിടെ ഇന്നലെ പ്രസംഗിച്ചു, ഇവിടെ ശംഷീറിനെ കാണുന്നില്ല, എന്റെ ബഹുമാന്യ ചെയ്തു. ലീഗ് ന്യൂനപക്ഷങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പൊന്നാര ശംഷീറെ, ആ കമ്മ്യൂണിസ്റ്റ് ചരിത്രം എടുത്തിട്ട് 2.25 കോടി ജനങ്ങളിലെ മുസ്ലിങ്ങളിലെ ബംഗാളിലെ മുസ്ലിങ്ങള് 38 കൊല്ലമായിട്ട് ബംഗാൾ ഭരിച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് എന്തേ കൊടുത്തത്? അവിടെ നിങ്ങളെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ, മാതൃഭൂമിയിൽ ലീലാമ എഴുതിയ റിപ്പോർട്ടിലുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി. എന്താണ്? എവിടെയാണോ ഒരു റോഡ് ടാറിട്ട് അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് വികസനം നടക്കാത്ത പ്രദേശമുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾപ്പെട്ട സ്ഥലങ്ങളാണെന്ന് അതിൽ പറയുന്നുണ്ട്. എന്തേ ബംഗാളിൽ പോയത്? 38 കൊല്ലമായിട്ട് അവിടെ നിങ്ങൾക്ക് ന്യൂനപക്ഷ പ്രേമല്ലേനോ? നേരെ മറിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഈ കേരളത്തിൽ ഇല്ല നേട്ടങ്ങൾ നിങ്ങൾ നോക്കണം. അവിടുത്തെ മുസ്ലിങ്ങളെ, അവിടുത്തെ അമീർ ഇസ്ലാമും കമറുൽ ഇസ്ലാമും ഒക്കെ കൂടി ഇങ്ങോട്ട് വരികയാണ്. ഓരെല്ലാ ആവശ്യം എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. എന്താ വലിയ മെച്ചമാണ്ട്? അത് ഇവിടെ നടന്നാല് എല്ലാ കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ നേട്ടങ്ങൾ പറയണ എവിടെയാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ഇവിടെ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക്. ഞാൻ ചോദിക്കണം, ഞങ്ങളെ കാലഘട്ടത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർക്ക് പെൻഷൻ കൊടുത്തപ്പോൾ അതിന് മുല്ലാ മുക്രി പെൻഷൻ നടക്കാണ്ട് അതിനെ നാട് നിങ്ങളെ എതിർത്ത് ഒരു വർഗീയ ചേഞ്ചിന് ഉണ്ടാക്കിയത് ഇടതുപക്ഷക്കാരാ, ഞങ്ങളല്ല. 1985. പിന്നെ ഇവിടെ ഇന്നലെ മന്ത്രി ജലീൽ പറഞ്ഞു വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡ് ഇന്നും തന്നെ തുടങ്ങിയല്ല. വഖഫ് ബോർഡ് മഹാനായ CH മുഹമ്മദ് ഖായ സാഹിബും ഔക്കാദുകുട്ടി നായ സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സുന്ദരേശൻ കമ്മീഷൻ പറഞ്ഞു ജലീലിന്റെ കുഞ്ഞാലി സാഹിബിന്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 2003 PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കേരളത്തിന്റെ വഖഫ് ബോർഡ് മന്ത്രി. ആ കാലത്താണ് റവന്യൂ സെക്രട്ടറി സുന്ദരേശനെ അതിന്റെ കമ്മീഷനെ സെക്രട്ടറി ആയിട്ട് വെക്കുന്നത്. അന്നില്ല ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ഗവൺമെന്റാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പൊ ഒരു 100 വീട് കൊടുക്കണേ ഇമ്പിച്ചബാവിന്റെ പേരും പറഞ്ഞു കണക്കാണ് നടക്കുക. 100 വീട് കൊടുക്കണം, ആരെങ്കിലും പേര് പറഞ്ഞു. നിങ്ങളെ മാറിയല്ലോ, ഞങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാരാ. അപ്പൊ അതിനനുസരിച്ച് നിലവാരം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ഈ പേരും കാര്യങ്ങളും വെച്ച് കാണാൻ നടക്കൂല. അല്ലാതെ അതും ചില വിളിച്ചു പറയാം. അങ്ങനെ ഞങ്ങള് ആണെങ്കിൽ ഞങ്ങൾക്ക് അത്ര ആൾക്ക് ഞങ്ങൾക്ക് സേതത്രയോ ബാബയെ തങ്ങളുടെ പേര് ചൂടിനോ, ഷിയാബ് തങ്ങളുടെ പേരൊക്കെ ചൂടിനോ. പിന്നെ ജലീലും CH എവിടെ കിടക്കുന്നത്? അനങ്ങാ പറ CH ഏതാ മുതൽ? അത് മുത്ത തങ്കക്കൂട. ഇതോ ജലീൽ എവിടെയാ? ജലീലിന്റെ 3ാമത്തെ സത്രം അത് അറിയങ്ങള്. അത് നിങ്ങൾ മനസ്സിലായിക്കോളി. 3ാമത്തെ സത്രം. 1 സിമി, 2 ലീഗ്, 3 നിങ്ങള്, ഈ 4ാമത്തെ BJP സത്രേക്കാണ്. ഓരോ എവിടെയാ മെച്ചക്കിട്ട് അങ്ങോട്ട് പോകും. ഞാൻ കേൾക്കട്ടെ ശംഷീറെ, പ്രദീപ്, നിങ്ങളൊക്കെ പെറ്റുകൂടെ കമ്മ്യൂണിസ്റ്റാ. നിങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട ബന്ധു കൂടികൾക്ക് ഇതൊക്കെ കൊടുക്കണേ. ഇതൊക്കെ അതാ സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇപ്പൊ താടി, അത് മൂപ്പരെന്തിനാ എത്ര? CV ഇബ്രാഹിം എന്താ പറഞ്ഞത്? ഒരു പോലീസുകാർക്ക് ഇങ്ങനെ താടി ചുടേ. എന്താ? ജലീലിന്റെ ഓൺ ഫാദറും ഗോഡ് ഫാദറും താടിയാണ്. അത് നിങ്ങൾ ഓൺ ഫാദർ മനസ്സിലായില്ലേ? അതിന് മലയാളം ഗോഡ് ഫാദർ, അത് മനസ്സിലായില്ലേ? അപ്പൊ അത് 2 താടിയൊക്കെ ഉണ്ട്. അത് ഓൺ ഫാദർ സ്വന്തം പാപ്പ, മറ്റേ ഗോഡ് ഫാദർ പറഞ്ഞാൽ ഉപദേശം നടക്കുന്ന മതം പുതിയ ഒരു നബി ഉണ്ടല്ലോ, അയാളും കൂടി. അത് നമ്മളെ AP കാതപുരം മുസ്ലിംകാര്. സർ എന്താ സർ പോയിന്റ്? ഇതിന്റെ സമയം തന്നെ തരും സർ. സർ 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 ഗോഡ് സർ 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 വായ്പല്ല സർ. സർ എന്റെ വായ്പല്ല. എനിക്ക് സമയം തന്നെ തരും. സമയക്കൂല. എനിക്ക് സമയം തന്നെ തരും സർ. സർ സർ ഞാൻ ഒന്നും പറഞ്ഞ സർ. സർ 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 മലയാളത്തില് സർ ഇംഗ്ലീഷില് ഫാദർ എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെങ്കിൽ വാപ്പ എന്ന് പറയും, ക്രിസ്ത്യാനികളാണെങ്കിൽ പറയും. ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിപ്പിച്ചോളൂ. എന്റെ വാപ്പാണ് ഞാൻ വാപ്പ തന്നെ പറയുള്ളൂ. അതിന് ഇംഗ്ലീഷാണ് ഹൂസ് യുവർ ഫാദർ എന്ന് വെച്ചാൽ അതിന് എന്താ അത് ഇംഗ്ലീഷ്. അത് മനസ്സിലാക്കട്ടെ. നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കാര്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ വിരത്തൂന്നി ഒരു പോയിന്റിൽ ഒരു ഓർഡറും ഇല്ല. എനിക്ക് സമയം തരും. പണ്ഡിതനാണ് AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെ സംബന്ധിച്ച് അനാവശ്യമായ
പരാമർശം നടത്തിയത് സഭയിൽ നീക്കം ചെയ്യണം സർ. അത് ഇതിൽ അതൊക്കെ ഈ വിവരമില്ലാത്ത വക്കീലന്മാർ പലതും പറയാതൊന്നും ഇപ്പൊ നോക്കണ്ട. പിന്നെ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന്റെ വിരൽത്തുമ്പിൽ കമ്പ്യൂട്ടറിന്റെ മൗസ് നൽകുകയും ഉന്നത വിദ്യാഭ്യാസ സർ അങ്ങ് വക്കീലന്മാരെ ന്യായീകരിക്കണ്ട. കോടതി ഭാഗത്ത് വക്കീലന്മാരുണ്ട്. സർ ഒരാളെ മാത്രമേ ഉള്ളൂ. സർ എന്താ സർ ഞാൻ പറയട്ടോ, ഒരു കാര്യം ഞാൻ പറയാം. ഒരൊറ്റ കുട്ടി പ്രസംഗിക്കൂലായിരുന്നു മര്യാദക്കും തോന്നിയാണ്. സർ സർ ആ കാര്യം ആ പെണ്ണുങ്ങളോട് പറഞ്ഞി. സർ 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 ലീഗ് എന്ന് പറയുന്നത് സർ ഇവിടെ ഇന്നലെ പറഞ്ഞു ലീഗിനെ കൊണ്ട് നേട്ടണ്ടായില്ല. വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ കമ്പ്യൂട്ടറിന്റെ മൗസ് നൽകിയത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ IT വകുപ്പ് മന്ത്രിയാണ്. മനസ്സിലാക്കണം. ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് പാവങ്ങളിൽ പാവങ്ങളായ ജനസമൂഹത്തെ കൈപ്പിടിച്ച് ഉയർത്തിയത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ശക്തമായ പിന്തുണ നൽകിയത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട്, കാരണം രണ്ട് വാക്ക് പറഞ്ഞു പോകാൻ പറ്റൂല. സർ നിങ്ങൾക്ക് എന്താ പറ്റിയ? സർ നിങ്ങൾ നല്ല ഒരു ധനമന്ത്രിയാണ്, നല്ലൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പക്ഷേ ഇങ്ങളെ ഒരു വേറെ രൂപപ്പ് കാണുന്നത് എന്താ എനിക്ക് ഞാൻ ആ പ്രേതൊന്നും ഞാൻ പറയില്ല. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ഉപദേശക വന്നതിന് ശേഷം ഒരു കാര്യത്തിലും നിങ്ങൾ മുന്നിലില്ല. എനിക്ക് നിങ്ങൾ ഇഷ്ടം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വിവരമുണ്ട്, പ്രാക്ടിക്കലായിട്ട് നല്ല കോമൺ സെൻസിലെ ഒരു മനുഷ്യനാണ്, പ്രായോഗികമാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതൊക്കെ ഇത് അടക്കുന്ന ആള് നല്ല ആളാണ്. കാരണം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലത്ത് ജനകീയാസൂത്രണം വന്നപ്പോൾ അന്ന് ഈ ജനകീയാസൂത്രണം നടപ്പിലാക്കുമ്പോൾ അന്ന് അതിലെ പ്രായോഗിക സമീപനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ട്രെയിനിൽ പോയിട്ട് അതിലെ എല്ലാ കാര്യങ്ങളും പ്രായോഗികമായിട്ട് ബുക്ക് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. ഇങ്ങനൊരു വിവരമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊരു പ്രസ്ഥാനത്തെ വളരാൻ അനുവദിക്കൂല. അതെല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ധനമന്ത്രിയെ മുണ്ടാൻ അനുവദിക്കാത്തത് ഏത് അടവ് നയമാണെന്ന് അവർക്ക് കൊള്ളാമായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ ഒരു മൂലധനം ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഗീതയെ തേടി അമേരിക്കയിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല. സർ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. സർ ഞാൻ പറഞ്ഞ ധനബില്ലിൽ ഈ മൊബൈൽ ചാർജിന് പാക്കേജ് മൊബൈൽ ചാർജിന് ആ ധനബില്ലിൽ പേജ് 37 14% സാംസങ്, LG, വോഡോഫോൺ തുടങ്ങിയ കമ്പനികൾ നടത്തിയ കോടികളുടെ നികുതി വെട്ടിപ്പുണ്ട്. അത് ഏജ് കണ്ടെത്തി. സർ ആ ധനകാര്യ ബില്ലിൽ 37 പേജിൽ പറയുന്നത് അല്ല മൂന്നാമത്തെ കാണിക്കൽ ഈ ധനകാര്യ ബില്ലിൽ 2005 മുതലുള്ള കുടിശ്ശിക ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. ഏജ് കണ്ടെത്തിയ വെട്ടിപ്പ് എന്തിനാണ് ഒഴിവാക്കി നൽകുന്നത്? ഇതാണോ നിങ്ങളുടെ കുത്തക വിരുദ്ധ നിലപാട്? നിങ്ങളത് പറയും. ഇതാണ് നിങ്ങളുടെ കുത്തക വിരുദ്ധ നിലപാട്. നിങ്ങളത് പറയണം. നേരെ മറിച്ച് ആ പാവപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാർക്ക് മാണിസാറിന്റെ കാലത്ത് നിങ്ങളുടെ കാലത്തും ഒരു അബദ്ധം പറ്റി. നവനാ നികുതിയെ നിങ്ങൾ തിരുത്തി കൊടുക്കാത്ത അത് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഇവിടെ വോഡോഫോണും സാംസങ്ങിനും ഉള്ള വിഷയങ്ങൾ. പിന്നെ സർ ഞാൻ പോയിന്റൊക്കെ വരാം. അവിടെ സർ ശ്രീ ഉമ്മൻചാണ്ടി ധനമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട VD സതീശൻ സർ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണ് അനുമാന നികുതി. അന്ന് ആലപ്പുഴയിൽ ഒരു വ്യാപാരി ആത്മഹത്യ ചെയ്തു. തുടർന്നുണ്ടായ ഒച്ചപ്പാട് എല്ലാവർക്കും അറിയാം. ഒരു വ്യാപാരിയുടെ കുടിശ്ശിക നികുതി ഒഴിവാക്കി കൊടുത്തത് നല്ല കാര്യം തന്നെ. അനുമാന നികുതി സംബന്ധിച്ച് അങ്ങ് ഒരു ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് സർ ഈ സ്കീമിന്റെ സ്ഥിതി? എത്ര പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് എത്ര തുക സംസ്ഥാനത്തിന് ലഭിക്കുമെന്നുള്ളൊരു കണക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഈ സഭയിൽ ഒന്ന് പറയുമോ? അതുപോലെ തന്നെ സർ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് തേങ്ങ, കൊപ്ര, വെളിച്ചെണ്ണ എന്നിവയൊക്കെ നികുതി ഒഴിവാക്കി. ഇപ്പൊ വെളിച്ചെണ്ണക്ക് 5% നികുതി വന്നു. ഇത് സർ പാം ഓയിലും മറ്റു വലിയ കമ്പനിക്കാരോട് നമ്മുടെ സുനിൽ കുമാറൊക്കെ തേങ്ങക്ക് ഭയങ്കര വില കിട്ടണമെന്നൊക്കെ പറഞ്ഞത് അവിടെ കൊണ്ട് കിട്ടാണ് 5% വെളിച്ചെണ്ണ കൊടുക്കുന്നത്. സർ ഇങ്ങനെയാണോ നാളികേര കർഷകരെ സഹായിക്കുന്നത്? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കുത്തകളെ സഹായിക്കുന്ന നിലപാട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഉപദേശക ഗീത തന്ന ഉപദേശമാണ് സർ. ഈ വലിയ വലിയ കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് 5%, 10%. പിന്നെ ചരക്ക് സേവന നികുതി കേട്ടപ്പോ സീതാറാം യെച്ചൂരിനെ ഗണ്ണിച്ച ആളാങ്ങള്. ചരക്ക് സേവന GST വരുന്ന പറഞ്ഞപ്പോ സീതാറാം യെച്ചൂരിനെ ഗണ്ണിച്ച ആളാ. നിങ്ങൾ ഇപ്പൊ എന്താ പറയാത്ത? അന്ന് കണ്ട സന്തോഷം ഇപ്പൊ നിങ്ങൾക്ക് കാണില്ല. ഞാൻ നിങ്ങളെ ആ ഡൽഹിയിലെ 2 മീറ്റിംഗും ആ 2 വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ മീഡിയയിൽ നോക്കി. ചരക്ക് സേവന നികുതിയുടെ അപകടവും കേന്ദ്ര അജണ്ടയും ആദ്യം തന്നെ നിങ്ങളോട് സീതാരാമൻ യെച്ചൂരി വ്യക്തമായി പറഞ്ഞ
അന്ന് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു പഠിച്ചോ. ഇപ്പൊ ധനമന്ത്രി ഒന്ന് സത്യം പറയും. ഇപ്പോൾ എന്താണ് സർ സ്ഥിതി? സർ ഒരു 1 മിനിറ്റ്. സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന നഷ്ടം സെസ് വഴി നികത്തണമെന്ന കേന്ദ്ര നയത്തോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചരക്ക് സേവന നികുതിക്ക് എത്ര തലമുണ്ട്? ഏകമുഖമാണോ, ദ്വിമുഖമാണോ, അതോ ത്രിമുഖമാണോ, ചതുർമുഖമാണോ? കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാന സർക്കാർ യാചി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയല്ലേ സർ ഇന്ന്? പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നിലവാരമുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞില്ലേ. നിങ്ങളെയും നരേന്ദ്രമോദിനെയും മറ്റേ അരുൺ ജെയ്റ്റ്ലിയൊക്കെ കണ്ടു എന്തിനാ ഇതൊക്കെ സർ? ഓ നിങ്ങളെ സഹായിക്കുമോ? നിങ്ങളുടെ നിലവാരത്തിൽ നിന്നാൽ നിങ്ങളെല്ലാം പേടിയുള്ളൂ. അപ്പുറം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? സോറി സർ, 1 മിനിറ്റ്. അതേപോലെ സാർ അങ്ങ് ഇവിടെ പറഞ്ഞു സേവന നീതി സംബന്ധിച്ച് നമുക്കൊരു സെമിനാർ തരുന്നു. നിങ്ങളാന്ന് നമ്മളെ പഠിപ്പിച്ചാലോ, കാരണം ഈ ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണല്ലോ. ആ സെമിനാർ ബഹുമാനപ്പെട്ട ചെയർ നിയമസഭ കഴിഞ്ഞിട്ട് ഒന്ന് നിൽക്കാൻ വേണ്ടി എന്താണ് സാർ അതിന്റെ സ്ഥിതി ഒന്നുള്ള കൂടി വ്യക്തമാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ കുടുംബസ്വത്ത് ഒരുക്കുമ്പോ സർ ഈ ഭാഗപത്രത്തിൽ അതിന് ഞാൻ 2 പ്രാവശ്യം സഭയിൽ പറഞ്ഞതാ, ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങ് ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ പാവപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം. പിന്നെ എനിക്ക് അപ്പുറത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യം, നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം, കോൺഗ്രസ് വേണം, ലീഗ് വേണം, രാഷ്ട്രീയമാണ്. ഇതിലൊക്കെ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ കുഞ്ഞാഴ്ച സാഹിബ് പറഞ്ഞാൽ ഞങ്ങളെ കേടോടെയല്ലേ ഞങ്ങളോട് നിൽക്കേണ്ടിയെന്ന്, അതോടെ ഞങ്ങൾ അപ്പുറത്ത് വന്നത്. അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദോഷപ്പെടുത്ത കുറ്റം പറയാൻ നിൽക്കണ്ട. ഇനി അവനാണെന്ന് ഭരിച്ച് ഞാൻ ചോദിക്കട്ടെ, സെക്രട്ടേറിയറ്റില് ഏതെങ്കിലും സെക്രട്ടറിമാര് ഒരു ഫയൽ ഒപ്പുണ്ട്? നിങ്ങൾ പറയും എല്ലാ കേസും ഒരു 50,000 രൂപ പാസ്സാക്കണമെങ്കിൽ മന്ത്രിമാർക്കുണ്ടോ? മന്ത്രിമാർക്ക് എന്തെങ്കിലും എവിടെ ഉണ്ടോ? പിന്നെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട സ്പീക്കറോട് മന്ത്രിമാരോട് എനിക്കൊരു കാര്യം പറയാണ്ട്. നമ്മളൊക്കെ ജനപ്രതിനിധികളാണ്. MLA-മാരിൽ ഒന്നാമനാണ് മന്ത്രി, മന്ത്രിമാരിൽ ഒന്നാമനാണ് മുഖ്യമന്ത്രി. മന്ത്രിമാർ ഒരു മറുപടി തരാൻ കൂടി തയ്യാറാകണം എന്നാണ് എനിക്ക് കൂടെ ഈ ധനവിധിനെ ഞാൻ എതിർക്കും.